2024 നീറ്റ് എക്സാമിൽ അഖിലേന്ത്യാ തലത്തിൽ ഉയർന്ന റാങ്ക് നേടിയ എ കാർത്തിക് കൃഷ്ണയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാർത്തിക് കൃഷ്ണയ്ക്ക് ഫുൾ സപ്പോർട്ടായ ഫാമിലിയും നമ്മോടൊപ്പം ഉണ്ട്. കാർത്തിക് കൃഷ്ണയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് എ കാർത്തിക് കൃഷ്ണൻ എന്നാണ്. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 4403. ഞാൻ ബ്രില്യൻ പാലാ സെൻറ്ററിൽ ആദ്യമായിട്ട് വരുന്നത് 2023 ഫസ്റ്റ് ക്രാഷ് കോഴ്സിന് എൻറോൾ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഇതാണ് എൻ്റെ കോളിംഗ്. അതായത് നീറ്റിന് വേണ്ടി എൻ്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ എല്ലാവിധ സപ്പോർട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീറ്റ് 2023 കഴിഞ്ഞ് 2024 റിപ്പീറ്റർ ബാച്ചിൽ ഞാൻ എൻ്റെ പേരൻസുമായിട്ട് അവിടെ പോയി അഡ്മിഷൻ എടുത്തു. എൻ്റെ വീട് മാരാരിക്കുളം നോർത്ത് ചേർത്തല. ഇത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മമ്മ. നമ്മുടെ ഈ പഠന കാലയളവിൽ മോറ്റൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ എന്തെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമേ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സിനോടും ഫ്രണ്ട്സിനോടും ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് പഠിക്കുന്നത്? ഞാൻ ഓരോരുത്തരോടും അന്വേഷിച്ച് അവരുടെ സ്ട്രാറ്റജി മനസ്സിലാക്കി അത് ഞാൻ തന്നെ എൻ്റെ രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ഏതെങ്കിലും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ റെഫർ ചെയ്യും, എക്സ്ട്രാ ഗൈഡ് റെഫർ ചെയ്യും, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും. അത് തന്നെ എക്സാം വരുന്നിടം വരെ റിപ്പീറ്റ് ചെയ്യും. എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റോർ ചെയ്ത് വെക്കും. അത് തന്നെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ബ്രില്യൻ്റെ സ്ട്രാറ്റജി കണക്ക് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചെയ്യാവോ, ഏതൊക്കെ രീതിയിൽ ചെയ്യാവോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിലും പ്രൊഫസേഴ്സിനോട് ഓരോരോ ഡൗട്ട് ചോദിക്കുകയാണെങ്കിലും നമ്മൾ തന്നെ പുത്തൻ ഗൈഡുകൾ കണ്ടുപിടിച്ച് റെഫർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോട്ട് ഡൗൺ ചെയ്യുക, അതിനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ബ്രില്യൻ്റെ എക്സാംസ് അത്രയും റൊബസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം സിസ്റ്റം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആവറേജ് ബ്രില്യൻ സ്റ്റുഡൻറ്റ് ഓൾമോസ്റ്റ് 1.5 ലക്ഷം ചോദ്യം തന്നെ ചെയ്തിരിക്കും. നമ്മൾ പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ബ്രില്യൻറ്റിൻ്റെ തന്നെ ഓരോരോ ടൈമിംഗ് ഷെഡ്യൂൾ, അതായത് ഓരോ ബാച്ച് 7:30 ബാച്ച് ഉണ്ട്, 8 മണി ബാച്ച് ഉണ്ട്. അങ്ങനെ നമ്മൾ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ തന്നെ ആ ഒരു ടൈം ഷെഡ്യൂളിൽ നമ്മൾ തന്നെ ഫിറ്റ് ഇൻ ആയിക്കോളും. നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തോളും. നമ്മൾ തന്നെ നമ്മുടെ എക്സാംസ് കഴിഞ്ഞ് നമ്മൾ തന്നെ ആൻസേഴ്സ് ചെക്ക് ചെയ്യും, ഡൗട്ട് ഉള്ളത് കറക്ഷൻ കൊടുക്കും, പ്രൊഫസേഴ്സിനോട് ചോദിച്ച് വെരിഫൈ ചെയ്യും, ആപ്പിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അത് തന്നെ അടുത്ത എക്സാംസിന് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും നമ്മൾ അടുത്ത എക്സാംസിന് വേണ്ടി ഈ മാർക്ക് കുറഞ്ഞല്ലോ എന്ന് പേടിച്ച് നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യും. അതുമല്ല, ക്യാമ്പസിൽ നിന്നാണേലും ബ്രില്യൻ ഫാക്കൽറ്റിയിൽ നിന്നാണേലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണേലും ഒരു കുട്ടിക്ക് ഇതുവരെ ഒരു പ്രഷർ, അങ്ങനെ പ്രഷേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാ സ്റ്റുഡൻസിനും അവരുടെ പൂർണ്ണ ഫ്രീഡവും ഉണ്ട്. അവരുടെ രീതിയിൽ തന്നെ അവർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യവും ഫെസിലിറ്റീസും എല്ലാം ബ്രില്യൻ്റ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് കണക്കത്തെ എല്ലാ ഫെസിലിറ്റീസും ഞാൻ യൂട്ടിലൈസ് ചെയ്ത് ഞാൻ തന്നെ ഒരു ടൈം ഷെഡ്യൂളും ടൈം ടേബിളും ഉണ്ടാക്കി ഞാൻ തന്നെ ഗൈഡുകളും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയലും റെഫർ ചെയ്താണ് ഞാൻ ഈ ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചത്. നമ്മുടെ റിസൾട്ട് വന്നായിരുന്നല്ലോ, അപ്പം ഇത്തരത്തിലൊരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നു? ഞാൻ ഇനിഷ്യലി ഒരു 670 ആണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ ഇനിഷ്യൽ സ്കോർ 691 ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സുപ്രീം കോടതിയുടെ ഓരോ വിധി കാരണം 686 മാറി. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതലാണ് കിട്ടിയത്. ഞാൻ നീറ്റ് 2023 എഴുതിയതിലും വളരെ കൂടുതലാണ് കിട്ടിയത്. അതെല്ലാം ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റീസിൻ്റെയും ആ ട്രെയിനിങ്, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെയും എഫേർട്സ് ഉണ്ട്. എങ്ങനെയാണേലും നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും നമ്മളെ ആ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങും എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ പ്രോപ്പർ ഗൈഡൻസിന് ഞാൻ ബ്രില്യൻറ്റിന് വളരെ നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഈ ഡോക്ടറാനുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? കൊച്ചിലെ മുതൽ അവൻ നല്ല ബ്രില്യൻ്റ് ആയിരുന്നു, നല്ലപോലെ പഠിക്കും. നമ്മൾ ഫുൾ സപ്പോർട്ട് അവനുണ്ടായിരുന്നു. അവൻ പഠിക്കുന്ന കാരണം അവന് നല്ല സ്കൂളിൽ തന്നെ ചേർത്ത്. ഞങ്ങൾ കുട്ടനാട്ടിൽ പോരുക്കര സ്കൂളിലാണ് അവൻ പഠിച്ചത്. അപ്പം കൊച്ചിലെ മുതലേ എനിക്കറിയാമായിരുന്നു അവൻ ആരെങ്കിലും ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സാധാരണ ഒരു 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാനാണ് അവന് കൂടുതൽ താല്പര്യം. പക്ഷേ ഇവന് നമ്മൾ ടൗണിലൊക്കെ പോയിട്ട് വരുമ്പം ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം, ഒരു ബീക്കർ വാങ്ങിച്ചുകൊണ്ട് പോവാം, എപ്പോഴും പരീക്ഷണങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാനോർത്ത് ഒരു സയൻറ്റിസ്റ്റ് ആകുമെന്ന് വിചാരിച്ച്. അപ്പം അവൻ്റെ ക്രമേണ അവൻ എൻജിനീയർ ആകുമെന്ന് ഞാൻ, പിന്നെ അവന് ഡോക്ടർ ആകണമെന്നൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലേ അവന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് ഫോക്കസ് ചെയ്ത് അവൻ പഠിച്ചു, നല്ല ഹാർഡ് വർക്ക് ചെയ്തു. ഒരുപാട് ഞങ്ങൾ വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ചാണ് കുട്ടനാട്ടിലായിരുന്നു. അപ്പോൾ അവന് ഒരുപാട് ബുക്സൊക്കെ നഷ്ടമായെങ്കിലും അവൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താണ് ഇത്ര ഇത്. എൻ്റെ ഫുൾ ക്രെഡിറ്റ് അവന് തന്നെയാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.
ബ്രില്യൻറ്റ് ഒരുപാട് നന്ദിയുണ്ട് ബ്രില്യൻറ്റിന്, അവനെ ഇത്രയും പൊക്കിക്കൊണ്ട് വന്ന് നല്ല വളരെ താങ്ക്സ്. മോൻ്റെ പഠന രീതികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അമ്മമാരായിരിക്കുമല്ലോ. അപ്പം കാർത്തികിൻ്റെ പഠന രീതികളെക്കുറിച്ച് എങ്ങനെയാണ് പറയാൻ പറ്റുക? അവന് പറഞ്ഞ പോലെ ചെറുപ്പത്തിലോട്ട് നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവന് പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുകയും അത് എല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി വെക്കുകയും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞ പോലെ അവന് ചെറുപ്പത്തിൽ തൊട്ട് ആ ഒരു 10ാം ക്ലാസ്സിലായപ്പോൾ തന്നെ അവനത് ഫോക്കസ് ചെയ്തു. അവൻ്റെ പ്രൊഫഷൻ മെഡിസിൻ ആണെന്ന് അതിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീടുള്ള പ്രിപ്പറേഷൻ മുഴുവനും. അപ്പം 10ാം ക്ലാസ്സിൽ അവൻ പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോഴേ പറഞ്ഞു ബ്രില്യൻറ്റ് ബുക്ക് ചെയ്യണം, ബ്രില്യൻറ്റിനെ കുറിച്ച് അന്വേഷിക്കണം, അവിടുത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് നോക്കണം, പഠിത്തം കഴിഞ്ഞ് എനിക്ക് മാർക്ക് കിട്ടും, ഇത്ര പെർസെൻറ്റേജ് കിട്ടും, അത്രയും കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് അവിടെ അഡ്മിഷൻ എടുക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് +2 ആകുന്നവരെ വെയിറ്റ് ചെയ്തു. കാരണം +2ന് നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള ബ്രില്യൻറ്റിലേക്ക് പോകുന്ന ഒരു ഇത് മാറ്റി വെച്ചിട്ട് +2 വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കറിയാം +2ന് നല്ല മാർക്ക് കിട്ടുമെന്ന്. അപ്പം +2ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞുള്ള പഠനം നമ്മൾ ബ്രില്യൻറ്റിലേക്കുള്ള പോക്ക് അങ്ങ് ഒഴിവാക്കിയിട്ട് +2 കഴിഞ്ഞ് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. +1 കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. അപ്പം ഞങ്ങൾ +2 ഒക്കെ ആയപ്പോഴത്തേക്കും പാലാ ബ്രില്യൻറ്റ് തന്നെ ഫിക്സ് ചെയ്തു. പിന്നെ +2ൻ്റെ മാർക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ അഡ്മിഷൻ എടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ അതിലേക്കുള്ളൊരു പ്രയാണമായിരുന്നു. ആ ഒരു ബ്രില്യൻറ്റ് പാല എന്നുള്ളത് തന്നെ ഞങ്ങൾ ഒരു 2-3 വർഷമായിട്ട് ഫോക്കസ് ചെയ്തു. പിന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് അതിൻ്റേതായ ഇന്നൊരു ടെൻഷൻ്റെ കാര്യമില്ലല്ലോ. പിന്നെ എല്ലാവരും ഏറ്റെടുത്തു. അവൻ്റെ സപ്പോർട്ടും ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ടും പിന്നെ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ അവിടെ നിന്ന് വിളിച്ച് ഇൻഫോം ചെയ്യുകയും കാര്യങ്ങളെല്ലാം പറയുകയും നമ്മളെ അവരുടെ പഠിത്തത്തിൻ്റെ പ്രോഗ്രസ് എല്ലാം അറിയിക്കുകയും അങ്ങനെ എല്ലാം ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചത് സ്ട്രെസ്സായിരിക്കും, ടെൻഷനായിരിക്കും. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ സ്ട്രെസ്സിൻ്റെ കാര്യമേ ഇല്ല. എല്ലാം നോർമൽ രീതിയിൽ പോയി. പിന്നെ അവൻ ആദ്യം തൊട്ട് തന്നെ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുന്ന ഒരാളാണ്. നമ്മൾ വളരെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുവരെ ഞാൻ അവനെ ഒരു 6ാം ക്ലാസ് കഴിഞ്ഞ് തൊട്ട് അവരെ ഞാൻ ഫോഴ്സ് ചെയ്യുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം സെൽഫ് ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനില്ലായിരുന്നു. അവന് മാർക്ക് കിട്ടുമെന്ന് നല്ലതായിട്ട് ഉറപ്പുണ്ടായിരുന്നു. ആദ്യം അപ്പിയർ ചെയ്തു. അത് പെട്ടെന്ന് +2 കഴിഞ്ഞ് പോയി എഴുതുമായിരുന്നു. എന്നാലും അവനൊരു നല്ല 500-നടുത്ത് സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ കോച്ചിങ്ങും കൂടെ ആകുമ്പോഴത്തേക്കും അത് സക്സസ് ആവുമെന്ന് അറിയാമായിരുന്നു. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. പിന്നെ പല ബ്രില്യൻറ്റിൽ നന്നായിട്ട് നമ്മളെ സഹായിച്ചു. അവന് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റി. എല്ലാം ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കുന്നു. ബ്രില്യൻറ്റിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നല്ലോ. അതിലേറ്റവും കൂടുതൽ മോനെ സ്വാധീനിച്ചത് എന്തായിരിക്കാം? ഐ തിങ്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും പ്രൊഫസേഴ്സിൻ്റെയും ആ ഒരു ഡെഡിക്കേഷനും ആ സിസ്റ്റത്തിൻ്റെ ആ ഒരു എഫിഷ്യൻസിയും ആയിരുന്നു. കാരണം നമ്മളുടെ എക്സാംസ് നടന്ന് അപ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും കൂടെ കിട്ടും. നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്യും. അതിൻ്റെ കറക്ഷൻസും എറേഴ്സും അപ്പം തന്നെ വരും. നമ്മളപ്പം തന്നെ നമ്മൾ തന്നെ ആലോചിക്കും ഇത് തെറ്റാണോ ശരിയാണോ. ആ ഒരു ഡ്രൈവ്. അതുമല്ല അതിൻ്റെ റെഫറൻസിനും എക്സ്ട്രാ സ്റ്റഡിക്കും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയുള്ള ബ്രില്യൻറ്റിൻ്റെ വലിയ ലൈബ്രറി സംവിധാനം. അവിടുത്തെ ബുക്സ് ബോറോ ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല അവിടെ തന്നെ ഇരുന്ന് നമുക്ക് ഇപ്പം ഹോസ്റ്റലിൽ നമുക്ക് ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളും AC ഫെസിലിറ്റി, നമ്മുടെ അവൈലബിലിറ്റി ഓഫ് ക്ലാസ്സസ്, അതിനാണ് ഇൻചാർജ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അതിന് നമുക്ക് എല്ലാ രീതിയിലും എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാമോ അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്ന രീതിയിലുള്ള ബുക്സും പിന്നെ ബ്രില്യൻറ്റിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ അതാണ് എൻ്റെ ബേസിക്കലി എൻ്റെ മോട്ടിവേഷൻ. കാരണം ഞാൻ 2023 ക്രാഷ് കോഴ്സിന് വന്നപ്പോഴും എനിക്ക് അവിടെ ആദ്യമേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ബ്രില്യൻറ്റിൽ തന്നെ വരണോ, ഇത് ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ 1 മാസം കൊണ്ട് +1ഉം +2ഉം തീർത്ത് 1 മാസം എക്സാംസ് നടത്തുന്ന ആ ഒരു ക്രാഷിൻ്റെ സിസ്റ്റം, അതും ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ ടോപ്പിക്സും പഠിപ്പിച്ച് അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സാംസ് നടത്തി നമ്മുടെ ആ റിസൾട്ട്സ് നമ്മുടെ കയ്യിൽ നമ്മുടെ ഏൽപ്പിച്ച് തരുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് ഒരു ട്രസ്റ്റാണ് ബേസിക്കലി ഏതൊരു സ്റ്റുഡൻറ്റിനും വേണ്ടത്. എനിക്ക് ആ ട്രസ്റ്റ് തന്നത് ബ്രില്യൻറ്റ് പാലയാണ്. എനിക്ക് അവിടെ വന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇവിടെ വന്നാൽ എനിക്കൊരു മെഡിക്കൽ സീറ്റ് ഉറപ്പാണെന്ന്. അതാണ് ബേസിക്കലി എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പം മോനെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ ഡ്രീം ക്യാമ്പസ് ഏതായിരിക്കും? ഇനിയിപ്പം 2025 നീറ്റ് എഴുതുന്ന കുട്ടികൾ നമുക്ക് മുന്നിലുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷനും കൂടി എന്തായിരിക്കും?
ഞാൻ ബ്രില്യൻറ്റിലോട്ട് വരുന്നത് തന്നെ ജിപ്മർ പുതുച്ചേരി സ്വപ്നം കണ്ടുകൊണ്ടാണ്. അത് അന്ന് 690, 691 സ്കോറൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു റാങ്കിൻ്റെ ഇൻഫ്ലേഷൻ വെച്ച് കിട്ടാൻ ചാൻസ് കുറവാണെങ്കിലും ഞാനൊരു നമ്പർ 1 ക്യാമ്പസിൽ തന്നെ അഡ്മിഷൻ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എത്ര റാങ്ക് ഇൻഫ്ലേഷൻ എത്ര കുഴപ്പം വന്നാലും ഞാൻ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് തന്നെ നല്ലൊരു ക്യാമ്പസ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഫ്യൂച്ചർ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് ദ സിസ്റ്റം. ബ്രില്യൻറ്റിനെ ആദ്യമേ ട്രസ്റ്റ് ചെയ്യുക. നമ്മളവിടെ വരുമ്പോൾ നമുക്ക് കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും. പല കോച്ചിങ് സെൻറ്ററിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടാകും. അവർ പറയും ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറയും. അപ്പം നമ്മളുടെ ബേസിക് ആയിട്ട് വേണ്ട ട്രസ്റ്റാണ്. നമ്മൾ ആ സിസ്റ്റത്തിനെ ട്രസ്റ്റ് ചെയ്യുക. അടുത്തത് ഹാർഡ് വർക്ക്. വേറെ സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞാലും സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഹാർഡ് വർക്ക് വിത്ത് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ കൊടുക്കുന്നത് ബ്രില്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുക. അവരുടെ എക്സാംസ് ഒന്നും ഒമിറ്റ് ചെയ്യാതെ ചെയ്യുക. A+ എക്സാംസ് എഴുതുക. A+ എക്സാംസ് ഇപ്പോൾ ഔട്ട് ഓഫ് സിലബസ് വരുമെന്ന് പറഞ്ഞാലും നമ്മളത് എഴുതുക. കാരണം ടൈം മാനേജ്മെൻ്റ് ആണ് നമുക്ക് അവിടുന്ന് എടുക്കേണ്ട സ്കില്ല്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ടൈം മാനേജ് ചെയ്തത്. പിന്നെ പറയാനുള്ളത് അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസും ഫാക്കൽറ്റി പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ തന്നെ മേടിച്ചെടുക്കുക. കാരണം എല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ തന്നെ ആ ഒരു മെച്യൂരിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഒരു ദിവസം റാങ്ക് കുറഞ്ഞു പോയി, മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് പേടിക്കരുത്. സം ഡേയ്സ് ആർ ഗുഡ്, സം ഡേയ്സ് ആർ ബാഡ്. അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുക. നമ്മൾ നമ്മുടെ റാങ്ക് നോട്ട് ചെയ്യുക. എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താമെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ പാർട്ട്. നമ്മൾ വൈഡ്ലി ഇത്ര എക്സാംസ് എഴുതുമ്പം എങ്ങനെയാണെങ്കിലും കുറച്ച് ഫോൾട്ടും കുഴപ്പങ്ങളൊക്കെ വരും. അത് കണ്ട് പേടിക്കരുത്. നമ്മൾ മുമ്പോട്ട് പോവുക, മോട്ടിവേഷൻ കളയാതിരിക്കുക. നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ജോയിൻ ചെയ്തു എന്നുള്ള ആ ഒരു വിഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. 2025 നീറ്റ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വളരെ മികച്ച രീതിയിലുള്ള റാങ്ക് കിട്ടാനുള്ളൊരു മോട്ടിവേഷനാണ് നമുക്കിപ്പോൾ കാർത്തിക് നൽകിയിരിക്കുന്നത്. ആൾക്കും ആളുടെ ഫാമിലിക്കും ഇനി മുന്നോട്ട് നല്ല ഭാവങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.